നമസ്കാരം സുഹൃത്തുക്കളെ, പ്രവീൺ ശ്രീതങ്കമാണ്. ഞാനിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റിലാണ്. ജൂതന്മാർ അവസാനമായി താമസിച്ചിരുന്ന ചെറിയ ബംഗ്ലാവിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ സജീവമായിട്ടുണ്ട്. കടകളാണേലും അവരുടെ ജീവിത രീതികളാണേലും എല്ലാം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ട്രീറ്റാണ് ജൂ സ്ട്രീറ്റ്. ഇതാണ് ജൂതന്മാർ അവസാനമായി താമസിച്ച വീട്. താഴെ ഭാഗത്തായിട്ട് ഒരു ആൻറ്റിക് ഷോപ്പാണ്. ഒരു കോളനിയായിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അവശേഷിപ്പുകളൊക്കെയാണ് ഇവിടെ. ഇപ്പോഴും ആർട്ട് ഗാലറിയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഒരു ആൻറ്റിക് ഷോപ്പാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ആൻറ്റിക് ഷോപ്പ് ഇവിടെയുണ്ട്. തടിയിലും ഓടിലും വെങ്കലത്തിലും ഒക്കെ തീർത്ത ഒരുപാട് ശില്പങ്ങളാണ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇത് നടന്ന് കാണുവാനും സാധിക്കും. തടിയിൽ തീർത്ത ഒരു ഗണപതിയുടെ ശില്പം നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജല്ലിക്കെട്ടിന്റെ രൂപവും നമുക്ക് കാണാം. ഓടിൽ തീർത്ത പുരാതന വിളക്ക്, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, തോണിയുടെ ആകൃതിയിലുള്ള ശില്പങ്ങൾ, കൂടാതെ പഴയ വിന്റേജ് കാറുമുണ്ട് കേട്ടോ. വിന്റേജ് കാറ് ബെൻസിന്റെയും ഉണ്ട് ഇവിടെ കളക്ഷൻ. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എല്ലാം വാങ്ങിക്കാനായിട്ട് തോന്നും. വില കുറച്ചൊന്നുമല്ല കൊടുക്കേണ്ടി വരുന്നത് എന്ന് മാത്രം. പഴയ ഗ്രാമഫോണിന്റെ ഒരു നിര തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. തടിയിലും ലോഹത്തിലും തീർത്ത ഒരുപാട് ശില്പങ്ങൾ. നന്ദിയുടെ ഒരു രൂപമാണിത്. തടിയിലാണ് ഇത് തീർത്തിരിക്കുന്നത്. വളരെ മനോഹരമാണ് അല്ലെ. ദേവീ ദേവന്മാരുടെയും പ്രതിമകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു പഴയ ടൈപ്പ് റൈറ്റർ കാണാം. പെർഫ്യൂമിൻ്റെ ഫാക്ടറി ആണിത്. IRS പെർഫ്യൂം ഫാക്ടറി. വിച്ച് കൺട്രി യു ഫ്രം? ജർമ്മനി. അതിവിശാലമായ പെർഫ്യൂമിന്റെ ഒരു ഷോറൂമാണിത്. ഇതിന്റെ പുറകിൽ തന്നെയാണ് ഇതിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റും ഉണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിയാണ് ഈ കാണുന്നത്. വാവ്, എന്ത് നീളമാണെന്ന് നോക്കി. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ഹാൻഡ്മെയ്ഡ് ഇൻസെൻസ് സ്റ്റിക്സ് ആണിത്. ഇൻഗ്രീഡിയൻസ്: സാൻഡൽ പൗഡർ, സാൻഡൽ എസെൻഷ്യൽ ഓയിൽ, ഗം പൗഡർ, 24 നാച്ചുറൽ റെസിൻ വാട്ടർ, കേക്കർ വുഡ്. വെയിറ്റ് വന്നിട്ട് ഇതിൻ്റെ 412 കിലോയാണ്. ലെങ്ത് വന്നിട്ട് 69 ഫീറ്റ്. ബേണിംഗ് ടൈം മോർ ദാൻ 1 മന്ത്. ഒരു മാസത്തിന് മുകളിൽ ഇത് നമുക്ക് കത്തിക്കാമെന്നുള്ളതാണ്. നല്ല മണം. ചന്ദനത്തിരികൾ വേറെയും പല സുഗന്ധത്തിലുള്ള ചന്ദനത്തിരികൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പെർഫ്യൂം ബോട്ടിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. മുല്ലപ്പൂവിന്റെ മണമാണ് ഇത്. ഫ്രാഗ്രൻസ്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ്. ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവര് റിമോട്ട് വഴി ഇത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ അടിച്ച് കാണിക്കുന്നതാണ്. വേൾഡ്സിൽ കണ്ടോ, സ്പ്രേ ചെയ്തിരിക്കുകയാണ്. നല്ല സുഗന്ധമാണ്. ഇതിലൂടെയാണ് പൂവിതളുകൾ ഒരു കുടത്തിലിട്ട് കൊടുത്തതിന് ശേഷം അത് ബോയിൽ ചെയ്യുന്നു. അത് ചൂടാക്കിയിട്ട് അതിന്റെ സ്റ്റീം വന്ന് വീഴുന്നത് ഈ കുടത്തിലാണ്. അപ്പോ മുകളിലായിട്ടാണ് ഇതിന്റെ ഓയിൽ വന്ന് വീഴുന്നത്. ആ ഓയിൽ കളക്ട് ചെയ്തിട്ടാണ് ഇതിനുള്ള സുഗന്ധം, ഈ പെർഫ്യൂമിനുള്ള ഫ്ലേവറുകൾ ഉണ്ടാക്കുന്നത്. ചെറിയ കുടത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് പോകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. ഇതെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ സുഗന്ധം
പോകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് തരുന്ന സ്പ്രേകളും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പെർഫ്യൂം, നമുക്ക് ഇഷ്ടമുള്ള മണം, സുഗന്ധം അവര് കസ്റ്റമൈസ് ചെയ്ത് തരും അന്നേരം തന്നെ ലൈവായിട്ട്. വളരെ നല്ല ഭംഗിയുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങ് സുഗന്ധം പരക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ തുണിത്തരങ്ങളും ഒക്കെ വിൽക്കുന്ന കട. ആന്റിക് ഷോപ്പ് ആണെങ്കിൽ പറയുകയും വേണ്ട, ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാലാണ് നമുക്ക് സിനഗോഗിലോട്ട് പോകേണ്ടത്. കൊച്ചിൻ സിനഗോഗ്. ജൂതന്മാർ കൂട്ടമായിട്ട് ഇവിടെ താമസിച്ചപ്പോൾ അവർക്ക് ആരാധനാലയം വേണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ രാജാവായിരുന്ന കൊച്ചി രാജാവ് അവർക്ക് ഇവിടെ സിനഗോഗ് പണിയാൻ അനുവദിക്കുകയായിരുന്നു. പരദേശി സിനഗോഗ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാരെ ഒഴിവാക്കിക്കൊണ്ട് പല വിവേചനങ്ങളും നടന്നിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോഴെല്ലാം അവർ രാജ്യത്തിന് വെളിയിലേക്ക് പലായനം ചെയ്യപ്പെടുകയായിരുന്നു. പല പല രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ കൊച്ചിയിൽ വന്ന് ഈ മട്ടാഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത്. ഇതൊരു സ്പൈസസ് ഷോപ്പാണ്, സുഗന്ധ വ്യഞ്ജന കട. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ പാതയുടെ അവസാന ഭാഗത്തായിട്ട് സിനഗോഗ് കാണാം നമുക്ക്. വളരെ വൃത്തിയായിട്ടാണ് തെരുവുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലോക്ക് ടവർ സിനഗോഗിന്റെ. മുന്നോട്ട് പോകുമ്പോൾ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ പഴമയുടെ ആ ജൂത ദേവാലയമാണ്. 450 വർഷത്തിലേറെ പഴക്കം ചെന്ന ഒരു പള്ളിയാണിത്, ജൂതന്മാരുടെ സിനഗോഗ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ഇസ്രായേലിൽ നിന്നും വന്നിട്ടുള്ള ഒരു പുരോഹിതനാണ് ഇവിടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ വർഷവും ഓരോ വർഷത്തേക്കിന് അവിടെ നിന്നാണ് പുരോഹിതൻ ഇവിടേക്ക് എത്തുന്നത്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതാ അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു. ഫോട്ടോ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് USA നിന്നുള്ള മോഡലാണത്രേ. എന്നാൽ ഞാനും ഒന്ന് അവരുടെ സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്താമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ അടുത്ത ആക്ട്രസ് ഉണ്ട്, ലൈറ്റ്സ് മാൻ ഉണ്ട്, അപ്പോൾ ക്യാമറമാൻ എല്ലാം റെഡിയായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് മാൻ ഉണ്ടല്ലേ? മേക്കപ്പ് മാൻ അല്ലേ? അപ്പോൾ സഹായിക്കുന്നുണ്ട്. അവരെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ്. ആണോ? അപ്പോൾ മേക്കപ്പ് സഹായിക്കുന്നുണ്ട് ചേട്ടൻ? ഇല്ല, ഞാനോടത്ത് മേക്കപ്പ് മാനാണ്. അല്ല, അവള് ഫോട്ടോ എടുക്കാൻ എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എനിക്കിവിടെ കാണാൻ സാധിച്ച ആൻറ്റിക് ഷോപ്പുകളാണ് കേട്ടോ, ഒരുപാട്. അതുപോലെ തന്നെ പെർഫ്യൂം, സാബ പെർഫ്യൂം, ഒരുപാട് പെർഫ്യൂംസിൻ്റെയൊക്കെ കടകളും ആൻറ്റിക് ഷോപ്പുകളൊക്കെയാണ്. ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴാണ് ഒരു ചായ കുടിക്കാം എന്ന് കരുതി നമ്മൾ ഹെറിറ്റേജ് ഹോട്ടൽ റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നത്. ജിഞ്ചർ ഹെറിറ്റേജ് ഹോട്ടലാണിത്. ജിഞ്ചർ ഹെറിറ്റേജ് ആർട്സ് ഹോട്ടലിലെ ചായ ഒന്ന് ആസ്വദിച്ചു. നല്ല ചായ. ഇവിടെ താമസിക്കാനും നല്ല അനുഭവമാണ്. കൊട്ടാരത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഈ ഹെറിറ്റേജ് ഹോട്ടൽ വിദേശികളെയും സ്വദേശികളെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ്. നേരം സന്ധ്യയായി തുടങ്ങി. രാജാവിന്റെ കൊട്ടാരം കാണാൻ വന്നപ്പോൾ സന്ധ്യയായി.
എങ്കിൽ തന്നെയും പുറമേ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ് കൊച്ചി പാലസ്, മട്ടാഞ്ചേരി പാലസ് എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കടകളെല്ലാം വൈകുന്നേരം 6 മണിക്ക് തന്നെ അടയ്ക്കും. രാവിലെ 9 മണിക്ക് തുറക്കുന്നതല്ലേ, 6 മണി വരെ ഉള്ളൂ. ഞാനൊരു ഓട്ടോ പിടിച്ച് നേരെ എൻ്റെ വണ്ടി കിടക്കുന്ന പാർക്കിങ്ങിലേക്ക് എത്തി. ജൂസ് സ്ട്രീറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് സന്ധ്യയായിരിക്കുകയാണ്. ഇപ്പോൾ 7 മണിയോട് അടുത്തിരിക്കുകയാണ്. വിട പറയാൻ നേരമായി ജൂസ് സ്ട്രീറ്റ് മട്ടാഞ്ചേരിയോട്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.